ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ബോർബോൺ ചോക്കോ ലോലീസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് 8 ബോർബോൺ ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ 1 ടീസ്പൂൺ ആവശ്യമുണ്ട്. കുക്കിംഗ് ചോക്ലേറ്റ് 25 ഗ്രാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. കോക്ടെയിൽ സ്റ്റിക്സ്, 1/2 കപ്പ് ക്രീം ചീസ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ബോർബോൺ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ച് എടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചീസ് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് യോജിപ്പിക്കാം. ഞാനിത് നല്ലതുപോലെ കുഴച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ബോൾസാക്കി ഉരുട്ടി എടുക്കാം. ഓരോ ബോൾസാക്കി ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് തണുപ്പിച്ച് എടുക്കാം. ഈ സമയത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഞാനിത് മൈക്രോവേവിൽ വെച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് മൈക്രോവേവിലേക്ക് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൈക്രോവേവിലേക്ക് വെച്ച് നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടി മെൽറ്റ് ചെയ്ത് എടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സ്റ്റൗവിൽ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തീ വളരെ കുറച്ച് വെച്ച് വേണം ചോക്ലേറ്റ് എപ്പോഴും മെൽറ്റ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഞാനിതിവിടെ മൈക്രോവേവ് വെച്ച് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിരുന്ന ബോർബോൺ ബോൾസ് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ബോർബോൺ ബോൾസിലേക്ക് കോക്ടെയിൽ സ്റ്റിക്സ് കുത്തിക്കൊടുക്കാം. ഇതുപോലെ നമുക്ക് കുത്തിക്കൊടുക്കാം. എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതോരോന്നും നേരത്തെ എടുത്തു വെച്ചിരുന്ന മെൽറ്റഡ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഡിപ്പ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം. നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു തെർമോക്കോളിലേക്ക് കുത്തി വെക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഈ ബോൾ നമ്മുടെ പ്ലേറ്റിലൊന്നും തട്ടത്തില്ല. അപ്പം നല്ലതുപോലെ ഉണങ്ങിയും കിട്ടും. അപ്പം ഞാനിതൊരു തെർമോക്കോളിലേക്ക് കുത്തി വെക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് തെർമോക്കോളിലേക്ക് കുത്തി വെക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് അതിനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ബോർബോൺ ചോക്കോ ലോലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്